22 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കുന്നംകുളത്ത് രക്തരക്ഷസ് ഇറങ്ങുന്നു. മലയാള നാടകവേദിയിൽ ചരിത്രം സൃഷ്ടിച്ച കലാനിലയത്തിന്റെ രക്തരക്ഷസ് എന്ന നാടകം ജനുവരി 2 മുതൽ കുന്നംകുളത്ത് അരങ്ങേറുമെന്ന് ക്രിയേറ്റീവ് ഡയറക്ടർ അനന്തപത്മനാഭൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആസ്വാദകരിൽ അമ്പരപ്പും അത്ഭുതവും സൃഷ്ടിച്ചുകൊണ്ട് കലാനിലയം 22 വർഷങ്ങൾക്ക് ശേഷം കുന്നംകുളം ചെറുവത്തൂർ ഗ്രൗണ്ടിൽ അരങ്ങൊരുക്കുന്നു. കലാനിലയം കൃഷ്ണൻ നായരുടെ നാടക പ്രവർത്തനങ്ങൾക്ക് 90 വയസ്സ് പൂർത്തിയാകുന്ന ഘട്ടത്തിലാണ് രക്തരക്ഷസ് വീണ്ടും കുന്നംകുളത്ത് അവതരണത്തിനൊരുങ്ങുന്നത്. 62 വർഷം പിന്നിടുന്ന കലാനിലയം സ്ഥിരം നാടകവേദി കഴിഞ്ഞ 52 വർഷമായി തുടർച്ചയായി ജൈത്രയാത്ര തുടരുകയാണ്. ഉള്ളടക്കത്തിലും അവതരണത്തിലും ധാരാളം പുതുമകളുമായാണ് രക്തരക്ഷസ് വീണ്ടും എത്തുന്നത്. ഏരീസ് എന്ന മൾട്ടിനാഷണൽ കമ്പനിയുമായി സഹകരിച്ച് ഏരീസ് കലാനിലയം എന്ന പേരിലാണ് ഇപ്പോൾ നാടകങ്ങൾ അവതരിപ്പിക്കുന്നത്. കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് ഏറ്റവും പുതിയ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ അരങ്ങിൽ വിസ്മയങ്ങൾ തീർക്കുകയാണ് കലാനിലയം കൃഷ്ണൻ നായരുടെ മകനായ അനന്തപത്മനാഭൻ. ഞൊടിയിടയിൽ മാറിമറയുന്ന സെറ്റിങ്ങുകൾ, വിമാനവും കാറും കൊടുങ്കാറ്റും വെള്ളച്ചാട്ടവും ബഹുനില മന്ദിരവും മനോഹരമായ ഉദ്യാനവും പിന്നെ കാണികളുടെ ചോര തണുത്തുറഞ്ഞു പോകുന്ന വിധത്തിൽ നിമിഷനേരം കൊണ്ട് പ്രത്യക്ഷപ്പെടുന്ന അതിഭീകരരൂപിണിയായ രക്ഷസിൻ്റെ രംഗപ്രവേശവും പ്രേക്ഷകരെ കോരിത്തെരിപ്പിക്കുന്ന പുതിയ ദൃശ്യാനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത്. ജനപ്രീതിയുടെ ഉയരങ്ങളിൽ കൊണ്ടെത്തിക്കുന്ന ഈ നാടകം മികച്ച കാഴ്ചാനുഭവമാണ് പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത്. ലോക നാടക ചരിത്രത്തിൽ ഒരുപക്ഷെ ഒരു നാടകത്തിന് രണ്ടാം ഭാഗം ഉണ്ടാകാൻ പോകുന്നത് കലാനിലയത്തിൻ്റെ രക്തരക്ഷസിൽ കൂടിയായിരിക്കാം. ഇപ്പോൾ അവതരിപ്പിക്കുന്ന രക്തരക്ഷസ് ചാപ്റ്റർ 1ൻ്റെ രണ്ടാം ഭാഗമായ ചാപ്റ്റർ 2 അധികം വൈകാതെ തന്നെ അരങ്ങിലെത്തിക്കാനും പദ്ധതിയുള്ളതായി അനന്തപത്മനാഭൻ വ്യക്തമാക്കി. ഒരു 22 വർഷങ്ങൾക്ക് ശേഷം കലാനിലയം കുന്നംകുളത്തേക്ക് വരികയാണ്. കലാനിലയവും കുന്നംകുളവും തമ്മിൽ വലിയ ബന്ധം കൊണ്ട ഒരു സ്ഥലമാണ് കുന്നംകുളം. കാരണം എൻ്റെ അച്ഛനുള്ള സമയത്ത് 1950 കാലഘട്ടം തൊട്ട് കുന്നംകുളത്ത് നാടകം അവതരിപ്പിക്കാറുള്ളതാണ്. കലാനിലയത്തിൻ്റെ നാടകത്തിനെ പറ്റി പറയുമ്പോൾ ആദ്യം എല്ലാവരുടെയും മനസ്സിൽ വരുന്നതാണ് രക്തരക്ഷസ്. ഈ തലമുറ അത് ആസ്വദിക്കില്ല. അപ്പം അതുകൊണ്ട് അതിന് ടെക്നിക്കലി വളരെയധികം മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. 10,000 ചതുരശ്ര അടിയിൽ ശീതീകരിച്ച ഓഡിറ്റോറിയത്തിലാണ് നാടകാവതരണം നടക്കുക. ജനുവരി 2-ന് AC മൊയ്തീൻ MLA നാടകാവതരണത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വൈസ് ചെയർമാൻ PG ജയപ്രകാശ് എന്നിവർ മുഖ്യാതിഥികളാകും. 500, 400, 200 എന്നിങ്ങനെയാണ് ടിക്കറ്റ് നിരക്കുകൾ. 500ൻ്റേത് പുഷ് ബാക്ക് സീറ്റുകളാണ്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 വരെ കലാനിലയം ഓഫീസിൽ നിന്നും സീറ്റുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. ഓൺലൈനായി ടിക്കറ്റുകൾ www.eriskalaanilayam.com-ൽ ബുക്ക് ചെയ്യാവുന്നതാണ്. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകിട്ട് 6 മണിക്കും 9 മണിക്കും 2 അവതരണങ്ങൾ. ശനി, ഞായർ ദിവസങ്ങളിൽ 2 മണിക്ക് മാറ്റിനിയും ഉണ്ടാകുമെന്നും അനന്തപത്മനാഭൻ അറിയിച്ചു.